എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 11 ഡിസംബർ ബുധനാഴ്ചയാണ്. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ചെറിയ പോസിറ്റീവ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നമ്മളിന്ന് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാൻ സാധിക്കുക. 10-20 അല്ലെങ്കിൽ 30 പോയിൻ്റ് ഗ്യാപ്പ് അപ്പാണ് നമുക്കിന്ന് ഓപ്പണിങ്ങിൽ പ്രതീക്ഷിക്കേണ്ടത്. FIIസും DIIസും ബൈയിങ് സൈഡിലായിരുന്നു എന്നുള്ളത് ഒരു പോസിറ്റിവിറ്റിയാണ്. കഴിഞ്ഞ ദിവസത്തെ ഇന്ത്യൻ മാർക്കറ്റ് നോക്കുമ്പോൾ നിഫ്റ്റി ആൻഡ് സെൻസെക്സ് വളരെ ഫ്ലാറ്റ് ആയിരുന്നു. നിഫ്റ്റി 8.95 പോയിൻറ്റ് ഡൗണായി 24,610 സെൻസെക്സ് 1.59 പോയിൻറ്റ് ഉയർന്ന് 81,510 ഇന്നലെ ക്ലോസ് ചെയ്തത്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് 1,286 കോടിയുടെ സ്റ്റോക്കുകൾ ബൈ ചെയ്തപ്പോൾ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് 605 കോടിയുടെ സ്റ്റോക്കുകൾ ബൈ ചെയ്യുകയുണ്ടായി. US ഇൻഡസ്ട്രീസ് ആയ 3 2 പോസിറ്റീവായിരുന്നു. S&P 500 0.06% ഉയർന്നപ്പോൾ നാസ്ഡാക്ക് കോമ്പോസിറ്റ് 0.3% ഉയരുകയുണ്ടായി. അതേസമയം ഡോ ജോൺസ് 0.54% ഡൗൺ ആയിരുന്നു. ഇന്ത്യൻ റുപ്പി 12 പൈസ താഴ്ന്ന് 84.85 രൂപ പെർ ഡോളറായി മാറിയിട്ടുണ്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളുടെ ന്യൂസുകൾ നോക്കുമ്പോൾ NTPC ഗ്രീൻ എനർജിക്ക് 500 മെഗാവാട്ടിൻ്റെ സോളാർ പവർ കോൺട്രാക്റ്റ് ലഭിച്ചിട്ടുണ്ട്. SECIയുടെ ഓപ്ഷനിലാണ് ഇത് ലഭിച്ചിരിക്കുന്നത്. 3.52 രൂപ പെർ കിലോ വാട്ട് അവർ റേറ്റിൽ 500 മെഗാവാട്ടിൻ്റെ പ്രൊജക്റ്റാണ് ഇതിലൂടെ ഈ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. അത് BNC ഇൻഫ്രാടെക്കാണ്. ഈ കമ്പനി ഉത്തർപ്രദേശിലുള്ള ഒരു 4 ലൈൻ നാഷണൽ ഹൈവേ കംപ്ലീറ്റ് ചെയ്തതായിട്ട് ന്യൂസ് ഉണ്ട്. അടുത്ത BML ആണ്. BML 83 കോടിയുടെ ഓർഡർ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഒരു 50 ടൺ ട്രെയിലർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓർഡറാണിത്. അടുത്ത HG ഇൻഫ്രയാണ്. HG ഇൻഫ്രയ്ക്ക് 763 കോടിയുടെ ഒരു ലെറ്റർ ഓഫ് ആക്സെപ്റ്റൻസ് ലഭിച്ചിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിൽ നിന്നാണിത്. ഇത് ഈ കമ്പനിക്ക് നല്ലൊരു മൂവ്മെൻറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തത് റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറാണ്. ഈ കമ്പനി റിലയൻസ് EVGO എന്നൊരു ഫുള്ളി ഓൺഡ് സബ്സിഡറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലൂടെ മാനുഫാക്ചർ, മെയിൻ്റെനൻസ് ബൈ സെൽ ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ് റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ഉദ്ദേശിക്കുന്നത്. അടുത്തത് കെൽട്ടൺ ടെക് സൊല്യൂഷൻസ് ആണ്. ഈ കമ്പനിക്ക് $2.5 മില്യൺ പ്രൊജക്റ്റ് ഓയിൽ ഇന്ത്യയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. വെൽ ഹെഡ് മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണിത്. അടുത്തത് അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോണാണ്. ഈ കമ്പനി അവരുടെ ശ്രീലങ്കൻ പോർട്ടിന് വേണ്ടിയിട്ടുള്ള US DFC ഫണ്ടിങ് വേണ്ടാന്ന് വെച്ച് സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് ഈ പ്രൊജക്റ്റ് സോഴ്സ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. IPO ഓഫറിങ്ങിൽ വിശാൽ മെഗാമാർട്ടാണ്. ഈ കമ്പനി ഇന്നാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഷെയർ ബാൻഡ് 74 to 78 രൂപ പെർ ഷെയറാണ്. അതുപോലെ തന്നെ സായ് ലൈഫ് സയൻസസും ഇന്നാണ് ഓഫർ ചെയ്യുന്നത്. പ്രൈസ് ബാൻഡ് 522 to 542 പെർ ഷെയറാണ്. 342 കോടിയുടെ IPO, 950 കോടി ഫ്രഷ് ഇഷ്യൂയും ബാക്കി ഓഫർ ഫോർ സെയിലുമാണ്. അതുപോലെ MobiKwik സിസ്റ്റം അതും ഇന്ന് തന്നെയാണ് മാർക്കറ്റിലേക്ക് ബിഡിങ്ങിനായി വരുന്നത്. പ്രൈസ് റേഞ്ച് വരുന്നത് 265 to 279 രൂപ പെർ ഷെയറാണ്. 572 കോടിയുടെ IPO ആണ്. ഫ്രഷ് ഇഷ്യൂ ആണിത്. ഇതിൽ നമ്മൾ നോക്കുമ്പോൾ വിശാൽ മെഗാമാർട്ടിൻ്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം 29% പോസിറ്റീവിലാണെന്ന് കാണാം. 32%, 35% പോസിറ്റീവായിരുന്നു. പക്ഷേ ലിസ്റ്റിംഗ് ദിവസം അടുക്കുന്നതോടെ കുറച്ച് താഴോട്ട് വന്നതായിട്ടും കാണാം. ചെറിയൊരു ലിസ്റ്റിംഗ് ഗെയിൻ, അതായത് 30% ലിസ്റ്റിംഗ് ഗെയിൻ നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനിയൊരു പക്ഷേ മാർക്കറ്റ് പോസിറ്റീവ് അല്ലെങ്കിൽ ഇത് താഴെ പോയേക്കാം. അതേസമയം സായ് ലൈഫ് സയൻസസിൽ നമുക്ക് ഒരു ചെറിയ പോസിറ്റീവ് മാത്രമേ ഗ്രേ മാർക്കറ്റ് പ്രീമിയത്തിൽ കാണാൻ സാധിക്കുന്നുള്ളൂ. ഏകദേശം 5% പ്രീമിയം മാത്രമാണ് കാണുന്നത്. അത് ഒരു പക്ഷേ ഇനി മുമ്പിലോട്ട് പോകുമ്പോൾ ബിഡിങ് അത്ര പോസിറ്റീവ് അല്ലെങ്കിൽ വീണ്ടും താഴെ വരാനുള്ള സാധ്യതയുണ്ട്. അവസാനമായി MobiKwik ആണ്. MobiKwikൽ നമുക്ക് ഏകദേശം 49 to 50% ഒരു പ്രീമിയം കാണാവുന്നതാണ്. ലിസ്റ്റിംഗ് ഗെയിൻ മാത്രം ഉദ്ദേശിക്കുന്നവർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണെന്ന് തോന്നുന്നു MobiKwik. ഫണ്ടമെൻ്റൽസോ കമ്പനിയുടെ ഗ്രോത്തോ ആധാരമാക്കിയല്ല, വെറും ഗ്രേ മാർക്കറ്റ് പ്രീമിയം മാത്രം ആധാരമാക്കിയാണ് ഞാനീ പറയുന്നത്. അപ്പോൾ ഈ 3 സ്റ്റോക്കുകൾ നോക്കുമ്പോൾ MobiKwik ആണ് തമ്മിൽ ഏറ്റവും അധികം ഗ്രേ മാർക്കറ്റ് പ്രീമിയവും ലിസ്റ്റിംഗ് ഗെയിനും കിട്ടാൻ സാധ്യതയുള്ളതെന്ന് കാണാം. അവസാനമായി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് നോക്കുമ്പോൾ നിഫ്റ്റി നവംബർ ഫ്യൂച്ചേഴ്സ് 0.04% ഡൗണായി 24,684 74 പോയിൻ്റ് പ്രീമിയമാണ് ഈ നിഫ്റ്റി നവംബർ ഫ്യൂച്ചേഴ്സിനുള്ളത്. നിഫ്റ്റി നവംബർ ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് 0.43% ഡൗൺ ആണ്. നിഫ്റ്റി ഓപ്ഷൻസ് 12 എക്സ്പയറി ഉള്ളതിൻ്റെ മാക്സിമം കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് 26,000 മാക്സിമം പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് 24,000 കാണാം. ഫോറിൻ ബൈയിങ്ങും അതേപോലെ DIIസിൻ്റെ ബൈയിങ്ങും ഒരുമിച്ച് കണ്ട സാഹചര്യത്തിൽ റീറ്റെയിലേഴ്സിന് മാർക്കറ്റിലുള്ള വിശ്വാസം കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതിലൂടെ തന്നെ മാർക്കറ്റ് വീണ്ടും ഉയരങ്ങളിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു.